ഇത്ര നേരം പറഞ്ഞാൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ആരും ഒന്നും മിണ്ടണില്ല. ഉണ്ട്. ആഡ് എക്സ്ചേഞ്ച് പറയുന്നത് ഗൂഗിൾ ആഡ്സ് ഒക്കെയാണോ ഉദ്ദേശിക്കുന്നത്? ഗൂഗിൾ ആഡ്സിന് ഒരു ആഡ് എക്സ്ചേഞ്ച് ഉണ്ട്, അതിൻ്റെ പേരാണ് ഡബിൾ ക്ലിക്ക്. ചില സമയത്ത് നമ്മൾ വെബ്സൈറ്റിലേക്ക് കയറുമ്പോഴത്തേക്കും സൈഡിലൊരു ഇമേജ് ഇങ്ങനെ വന്ന് പോപ്പപ്പ് ആയി നിൽക്കും. ഒരു 4 സെക്കൻഡോ 5 സെക്കൻഡോ ഒക്കെ കഴിയുമ്പോഴത്തേക്ക് അത് മാറി വേറെ ആഡ് വരും അതേ സ്പേസിൽ. അപ്പോൾ അവിടെ ഒരു സർക്കിളിനകത്തൊരു ഐ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ഈ ഐയിൽ നമ്മൾ മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അവിടെ അതിൻ്റെ പേര് ഓപ്പൺ ആയി വരും. ഡബിൾ ക്ലിക്ക് എന്നായിരിക്കും അവിടെ ഉണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഗൂഗിളിൻ്റെ ആഡ് എക്സ്ചേഞ്ച് ആണ്. നമ്മൾ ഈ ഗൂഗിൾ ആഡ്സിൽ നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട്, അതായത് ഗൂഗിൾ പ്രൊഫൈൽ, ബിസിനസ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം അതുവഴി ഗൂഗിൾ ആഡ്സിനകത്ത് നമ്മൾ കൊടുക്കുമല്ലോ ഒരു ട്രയാങ്കിൾ പോലത്തെ, അത് ശരിക്കും എങ്ങനെയാ വർക്ക് ചെയ്യുന്നത്? അതിൽ നിന്ന് ഇപ്പൊ ഞാനൊരു ചെറിയ ബിസിനസ് ഓണറാണ്. ഞാൻ ചെയ്തിട്ട് എനിക്കതിന് റിസൾട്ട് ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു ലീഡ് പോലും കൺവേർട്ട് ആയിട്ട് വന്നിട്ടില്ല. ഈ ഗൂഗിൾ മൈ ബിസിനസ് എന്ന് പറയുന്ന ലിസ്റ്റിങ്സ് ഉണ്ടാവും. അതായത് ഈ ഗൂഗിൾ മാപ്പിനകത്ത് ഉണ്ടാവുന്ന ബിസിനസ് ലിസ്റ്റിങ്സിനനുസരിച്ച് നമ്മൾ ഓരോ ഇൻഫർമേഷൻ കൊടുക്കുമ്പോഴത്തേക്ക് അവർ നമ്മളോട് പറയും നിങ്ങൾ ഗൂഗിൾ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇത്ര ആൾക്കാർക്ക് റീച്ച് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കുറേ നോട്ടിഫിക്കേഷൻസും ഗൈഡ് ലൈൻസും ഒക്കെ വരും. അതുവഴിയാണോ ചെയ്യുന്നത്? എന്താണ് ഗൂഗിൾ മൈ ബിസിനസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വഴിയാണോ ചെയ്തത്? അതായത് ഗൂഗിളിൽ ഒരു ബിസിനസ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് ഗൂഗിൾ ആഡ്സിനകത്തും ഉണ്ട് ഒരു അക്കൗണ്ട് ഉണ്ട്. അതിൽ വഴി ഞാൻ കുറച്ച് ദിവസം ഒരു മാസത്തേക്കോ അധികം ഒന്നും ചെയ്തിട്ടില്ല, ഒരു 1 month ഒക്കെ റൺ ചെയ്തുള്ളൂ. പക്ഷെ അതിൽ കാണിക്കുന്നത് എനിക്ക് ഒരു ലീഡ് പോലും അതിൽ നിന്ന് കിട്ടിയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഗൂഗിൾ പ്രൊഫൈലിൽ എൻ്റെ ഫോൺ നമ്പർ എനിക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത് അണേബിൾ ടു വെരിഫൈ എന്ന് പറഞ്ഞാണ് എപ്പോഴും വരുന്നത്. ഗൂഗിൾ മൈ ബിസിനസ് അത് തന്നെ മൈ ബിസിനസ്. ഇത് ആ ഒരു വീട് പോലത്തെ പടമുള്ള ഒരു സാധനമാണ്. മനസ്സിലായി. ഇപ്പോൾ അത് ഗൂഗിൾ മൈ ബിസിനസ് എന്ന് മാറിയിട്ട് ഗൂഗിൾ മാപ്പിലേക്ക് ഷിഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പം ഈ നമ്പർ വേറെ എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഒന്ന്, എവിടെയെങ്കിലും എന്ന് പറഞ്ഞാൽ വേറെ ഏതെങ്കിലും ബിസിനസ് ലിസ്റ്റിങ്സിനകത്ത് ഗൂഗിളിലോ ഫേസ്ബുക്കിലോ വേറെ ഏതെങ്കിലും എന്താ പറയുക ക്ലാസിഫൈഡ് ആഡ് കൊടുക്കുന്ന ഏതെങ്കിലും വെബ്സൈറ്റിനകത്തോ ഈ സെയിം നമ്പർ കൊടുത്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഇതേ സെയിം ബിസിനസ് പേരിലല്ലാതെ വേറെ ഏതെങ്കിലും ബിസിനസ് ഇല്ല, ഇതൊരു പേര് മാത്രമേ ഉള്ളൂ, അല്ലാതെ നമ്മുടെ പേഴ്സണൽ നെയിം ഇല്ല. ശരിക്കും ബിസിനസ് ഓണർ ഞാനല്ല, ഞാനത് മാനേജ് ചെയ്യുന്ന ആളാണ്. എന്റെ മദറാണ് ബിസിനസ് ഓണർ. അപ്പം മദറിന്റെ പേരിലുള്ളത് സിമ്മും ഞാൻ ആ നമ്പറും ആഡ് ചെയ്യാൻ നോക്കി, അതും പറ്റുന്നില്ല, എല്ലാം റിജക്റ്റഡ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം വെച്ചാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇൻഫർമേഷൻ ചേഞ്ച് ആകുമ്പോഴത്തേക്കും ഗൂഗിളിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മനസ്സിലാക്കുന്നത് അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അത് മേക്കപ്പ് ചെയ്യാൻ ശ്രമിക്കണമെന്നാണ്. അപ്പൊ അവിടെ എന്താണ് പ്രോബ്ലം എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാതെ നമ്മൾ അത് കറക്റ്റ് ചെയ്യാതെ വീണ്ടും വേറെ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ എല്ലാ ബിസിനസ് പോലെ നമുക്ക് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും. അങ്ങനെ ചെയ്യരുത്. അപ്പൊ ഇനി അത് ആഡ് ചെയ്യാൻ പറ്റില്ല? ചെയ്യാൻ പറ്റും. സമാധാനപരമായിട്ട് അതിന്റെ പ്രോബ്ലം എന്താണെന്ന് പ്രോപ്പറായിട്ട് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം വേണം നമുക്ക് അത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈവൻ ഇതൊന്നും നമ്മുടെ ഭാഗത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അതുകൊണ്ട് നടന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ കണക്ട് ചെയ്തിട്ട് ആക്ച്വലി എക്സിസ്റ്റിംഗ് ബിസിനസ് ആണെന്നുള്ള പ്രൂഫ് നമുക്ക് അവർക്ക് ഷെയർ ചെയ്യുമ്പോഴത്തേക്കും അതിലൊരു ഫോം ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ചെയ്തു നോക്കി. നമ്മുടെ GST ഫോം ഒക്കെ അതുവഴി അയച്ചു, ഗൂഗിൾ ഫോംസിൽ അത് അയച്ചു നോക്കി. പക്ഷെ ഒരു റെസ്പോൺസും ഇല്ല. റെസ്പോൺസ് ഉണ്ടാവേണ്ടതാണ്. നോക്കാം, എന്തായാലും ചെക്ക് ചെയ്യാം, നമുക്ക് കണക്ട് ചെയ്യാം. അപ്പം ഓക്കെ, അത് ഒരു പ്രോസസ്സാണ്. ഗൂഗിൾ മൈ ബിസിനസ് വഴി ചെയ്യുന്നതാണ് ഒരു ആഡിൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതുവഴി നമുക്ക് ഗൂഗിൾ ആഡ്സിനകത്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ കൊടുക്കുന്ന ഇൻഫർമേഷൻസ് അതിനൊരു ഫ്ലോ ഉണ്ടാവും. ഇപ്പം ഓക്കെ, യൂസർ എക്സ്പീരിയൻസ് എന്നൊരു സംഭവമുണ്ട്. അതായത് ഒരു കസ്റ്റമർ, ഇപ്പം ഞാനൊരു കസ്റ്റമർ ആണെങ്കിൽ ഞാൻ ഇങ്ങനെ സോഷ്യൽ മീഡിയ വഴിയാണെങ്കിലോ അല്ലെങ്കിൽ ഗൂഗിൾ വഴിയാണെങ്കിലോ സെർച്ച് ചെയ്ത് പോകുന്ന സമയത്ത് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക് കാണുകയാണ്, അതെൻ്റെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്ക് മനസ്സിൽ കണ്ടിട്ടായിരിക്കും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നത്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ വെബ്സൈറ്റിൻ്റെ ഹോം പേജിലേക്ക് ആണെന്നുണ്ടെങ്കിൽ അവിടെ എൻ്റെ എക്സ്പീരിയൻസ് കംപ്ലീറ്റ് അല്ല. ബിക്കോസ് ഞാൻ അങ്ങനെയാണെങ്കിൽ ഞാൻ നേരെ പോകേണ്ടത് ആ സ്പെസിഫിക് ഇൻഫർമേഷൻ എന്താണോ ആ ലാൻഡിങ് പേജിലേക്കാണ് പോകുന്നത് മാത്രമല്ല അവിടെ ചെല്ലുമ്പോൾ എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല. എന്താണ് ആ ബിസിനസ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നോ എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. എനിക്ക് കിട്ടിയിട്ടുള്ള അതിനകത്ത് സ്പെസിഫിക് കീവേഡ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് ആണ്. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് ആണെന്നുണ്ടെങ്കിൽ
എന്ത് ട്രെയിനിങ് ആണ്, എത്രത്തോളം ടെന്യൂർ എത്രത്തോളമാണ്, കോസ്റ്റ് ഫീ എന്താണ്, അതിലേക്കുള്ള ഡെലിവറബിൾസ് എന്താണ്, ഇത്ര ഇൻഫർമേഷൻ എനിക്ക് അവിടെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ എൻ്റെ എക്സ്പീരിയൻസ് കംപ്ലീറ്റ് ആവുള്ളൂ. ഇനി ആ കിട്ടാനുള്ള ഇൻഫർമേഷൻ അവിടെ കംപ്ലീറ്റ് അല്ല എന്നുണ്ടെങ്കിൽ അവിടെയും എൻ്റെ എക്സ്പീരിയൻസ് നെഗറ്റീവാണ്. ഇപ്പം നമുക്കിപ്പോൾ ഒരു ഗൂഗിൾ ആഡ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിനകത്തുനിന്ന് ലാൻഡിംഗ് പേജിൻ്റെ ലിങ്ക് എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നുള്ള സെർച്ച് ചെക്ക് ചെയ്യണം. അവിടെ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻ എന്താണെന്ന് ചെക്ക് ചെയ്യണം. എന്നിട്ട് നമ്മൾ ആഡിൽ കൊടുത്തിരിക്കുന്ന കീവേഡ്സ് കറക്റ്റാണോ, ആ കീവേഡ്സ് നമുക്ക് എന്തെങ്കിലും ഒരു കീവേഡ് കൊടുക്കുന്നൊരു കാര്യമില്ല. ആ കീവേഡിന് റിസർച്ച് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻഫർമേഷൻ നല്ല രീതിയിൽ റിസർച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ആഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പ്രോസസ്സ് ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ഈസ് 0. അവിടെയാണ് നമുക്ക് പ്രോപ്പറായിട്ടുള്ള ലീഡ് ജനറേറ്റ് ആവാത്തത്. എങ്ങനെയാണ് അത് ലീഡ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ഫോം ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്? രചന, എക്സ്ക്യൂസ് മീ സർ, ഞാൻ ഒന്ന് ഓഫായി. എന്തായിരുന്നു ചോദിച്ചേ? അല്ല, എന്ത് ആഡാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്, എന്തിലേക്കുള്ള ലിങ്ക് ആണ് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത്? അത് ലിങ്ക് മീൻസ് ഞാൻ മൈ ദൂക്കാൻ എന്ന് പറയുന്ന വെബ്സൈറ്റിനകത്ത്, അത് അറിയുമോ? അതൊരു സ്പെഷ്യലൈസ്ഡ് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം ആണ്. അതിനകത്തൊരു ഷോപ്പ്, ഓൺലൈൻ ഷോപ്പ്, അത് ഫ്രീ ആയിട്ടുള്ള അവരുടെ പ്ലാനിൽ ഒരു ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിന്റെ ലിങ്കും പിന്നെ ബാക്കിയുള്ളത് ഇപ്പം ഗൂഗിൾ പ്രൊഫൈലിനകത്ത് എന്റെ ഇവിടുത്തെ അഡ്രസ്സ്, ഞാൻ ഇപ്പം ഈ ഓപ്പറേറ്റ് ചെയ്യുന്ന സ്ഥലത്തു നിന്നുള്ള അഡ്രസ്സ്, ആ കാര്യങ്ങളൊക്കെ അത്രയാണ് കൊടുത്തിരുന്നത്. അപ്പം എനിക്ക് ഈ ശരിക്കും മൈദൂക്കാനിൽ അവര് ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ എനിക്ക് ആ മെയിലിനകത്തൊന്നും ആക്സസ് ഇല്ലായിരുന്നു. അപ്പൊ എനിക്ക് ആ നമ്പർ അവിടെ നിന്ന് വെരിഫൈ ചെയ്യാനായിട്ട് പറ്റിയില്ല. മൈ ബിസിനസിനകത്ത് ഗൂഗിളിൽ നിന്ന് തന്നെ അത് വെരിഫൈ ചെയ്യാൻ പറ്റിയില്ല. അല്ല, ഇതിനകത്തുള്ള പ്രശ്നം നമ്മൾ ഓരോ സ്റ്റേജിലും നമ്മൾ ചെയ്യേണ്ട കുറച്ച് പ്രോസസ്സ് ഉണ്ടാവും. ആ പ്രോസസ്സിൽ എവിടെയെങ്കിലും ഒരു വീഴ്ച വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വേണം അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ വേണ്ടി. അല്ല, വീഴ്ച വന്നിട്ടുണ്ടോന്നുള്ളത്, കാരണം ഞാൻ ബേസിക്കലി ഇത് പഠിച്ച, ഞാനൊരു ബാങ്കറാണ്. ബേസിക്കലി ഞാൻ നല്ല തല ഉണ്ടാവുമല്ലോ, അത് കാര്യങ്ങളൊക്കെ ഈസിയായിട്ട് പഠിക്കാനല്ലോ. അങ്ങനെയല്ല, നമ്മളിപ്പം ഞാൻ ടെക്നിക്കലി പഠിച്ച ആളുമല്ല, അഗ്രികൾച്ചർ ആണ് പഠിച്ചത്. അപ്പൊ അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ല. അപ്പൊ ഞാൻ സ്വന്തമായിട്ട് തന്നെ ഇതിൽ നിന്നൊക്കെ യൂട്യൂബ് അത് ഇന്നൊക്കെ നോക്കി സ്വന്തമായിട്ട് ചെയ്തതാ. ഇപ്പൊ എന്നിട്ട് മറ്റേത് ശരിയാവാത്തോണ്ട് ഒരു ചെറിയ വെബ്സൈറ്റ് ഈ പറഞ്ഞ പോലെ അത് പണിപ്പുരയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, പക്ഷെ കംപ്ലീറ്റ് ആവുന്നില്ല. ഓക്കെ, ഇതിനകത്ത് ഞാൻ ഇപ്പോൾ പറഞ്ഞ വീണ്ടും ഒരിക്കലും ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. ഞാനൊരു കസ്റ്റമറാണ്, എനിക്കൊരു ഇൻഫർമേഷൻ ആവശ്യമുണ്ട്. ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് എനിക്ക് കുറേ ലിസ്റ്റിങ്സ് കിട്ടുകയാണ്. ആദ്യത്തെ 3 ലിസ്റ്റിങ്സ് അഡ്വർടൈസ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ അതിനകത്തുള്ള ഏതെങ്കിലും ഒരു ടൈറ്റിലോ അല്ലെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനോ വായിക്കുമ്പോഴത്തേക്കും എനിക്ക് വേണ്ടുന്ന കാര്യമാണെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അത് എന്നെ വേറൊരു പേജിലേക്ക് കൊണ്ടുപോകും. ആ കൊണ്ടുപോകുന്ന പേജ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻ്റെ എക്സ്പ്ലനേഷൻ അല്ല എന്നുണ്ടെങ്കിൽ I will drop it and come back and go for the next link. അപ്പോൾ യൂസർ എക്സ്പീരിയൻസ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന അഡ്വർടൈസ്മെൻറ്റിൻ്റെ കീവേഡ് എന്താണോ അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ ആണോ നമ്മൾ അവിടെ നമ്മുടെ ലാൻഡിംഗ് പേജിൽ കൊടുക്കുന്നതെന്ന് ഉറപ്പ് വരുത്തണം. ലാൻഡിംഗ് പേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ചെന്ന് നിൽക്കുന്ന പേജ് ഏതാണോ അതാണ് ലാൻഡിംഗ് പേജ്. അവിടെ പ്രോപ്പറായിട്ടുള്ള ഒരു കോൾ ടു ആക്ഷൻ ഇനിഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അവിടെ കസ്റ്റമർ ഇൻഫർമേഷൻ നമുക്ക് ലീഡായിട്ട് കൺവേർട്ട് ആയി കിട്ടുള്ളൂ. എൻ്റെ ഇൻഫർമേഷൻ ഞാൻ അവിടെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ വായിക്കുന്ന ഇൻഫർമേഷനകത്ത് ഞാൻ സാറ്റിസ്ഫൈഡ് ആവണം. ഇപ്പം ഒരു റീസെൻ്റ് ആയിട്ട് ഒരു പെർഫോമൻസ് മാർക്കറ്റിങ്ങിൻ്റെ ഒരു ക്യാമ്പയിൻ ഉണ്ടാകും, ഗ്രോത്ത് സ്കോറിൻ്റെ. ഞാൻ ചെക്ക് ചെയ്തു, ഓരോ സ്റ്റേജിൽ അവർ ഓരോ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നുണ്ട്. ഒരു 4 സ്റ്റേജ് കഴിഞ്ഞ് 5ാമത്തെ സ്റ്റേജിലാണ് അവർ ലാൻഡിംഗ് പേജിലേക്ക് കൊണ്ടുപോകുന്നത്. ഇത്രയും പേജിലെങ്ങും അവരൊരിക്കലും അവരുടെ കോഴ്സിൻ്റെ ഫീസ് പറയുന്നില്ല. അവരത് പറയുന്നത് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് മാത്രമേ അവർ പറയുന്നുള്ളൂ. ഞാൻ അവിടെ വെച്ച് അതിനെ അബാൻഡൻ ചെയ്ത് തിരിച്ചു വന്നു. കോഴ്സിൻ്റെ ഫീസ് നല്ല ഹൈ ആയിരുന്നു. അപ്പം ഒരു ആക്ച്വൽ കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ആ ഗ്രോത്ത് സ്കൂൾ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചുള്ള ട്രസ്റ്റ് അവിടെ നഷ്ടപ്പെട്ടു. എനിക്കത് അഫോർഡബിൾ ആണോ ഇല്ലെന്നുള്ളതാണ് എനിക്ക് ആദ്യം അറിയേണ്ടത്. അത് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്കതിന് മുമ്പോട്ട് ടേക്കപ്പ് ചെയ്യണോ അതോ വേറെ ഏതെങ്കിലും ഓപ്ഷൻ നോക്കണോ? കാരണം അത്രയും സമയം എനിക്കവിടെ നഷ്ടപ്പെട്ടു. ഇത്രയും ഇൻഫർമേഷൻ അവർ എന്നെക്കുറിച്ച് കളക്ട് ചെയ്തു. ദെൻ അതിനുശേഷം അവർ പറയാണ് കോഴ്സിൻ്റെ ഫീസ് ഇത്രയാണ് എന്ന് പറയാണ്. അവിടെ ഇൻഫർമേഷൻ നെഗറ്റീവാണ്, മനസ്സിലായില്ലേ? ഇപ്പം
കസ്റ്റമർ സെൻട്രിക് ആയിട്ട് ആരും ഒരു കാര്യം ചെയ്യുന്നില്ല. ഇപ്പം കസ്റ്റമറിന് എന്താണ് ആവശ്യമുള്ള ഇൻഫർമേഷൻ നമ്മളോട് കൊടുത്തു കഴിഞ്ഞാൽ എയ്തർ ദേ വിൽ ബി എ കസ്റ്റമർ, അല്ലെന്നുണ്ടെങ്കിൽ അവർ അവരുടെ വഴിക്ക് പോകും. നമുക്ക് കിട്ടാനുള്ള കസ്റ്റമേഴ്സ് ആണെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ, ആ പ്രോസസ്സിന് എൻഡ് ഓഫ് ദി ഡേ ഇത്ര കോസ്റ്റ് ആണെങ്കിലേ ആ വ്യക്തിക്ക് ഇത് വാങ്ങാൻ പറ്റുള്ളൂ. അതിനേക്കാളും കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും അത് നേരത്തെ പറയുന്ന ഒരു പ്രശ്നമൊന്നുമില്ല. ആ ഒരു കാഴ്ചപ്പാടിനെ മാറ്റി വെച്ചിട്ടുണ്ട് പല ആൾക്കാരും മാർക്കറ്റിംഗിൽ ചിന്തിക്കുന്നത്. അപ്പോൾ യൂസർ എക്സ്പീരിയൻസ്, കസ്റ്റമറിൻ്റെ എക്സ്പീരിയൻസിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തിട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു ലീഡ് ജനറേറ്റ് ആവാത്ത ഒരു പരിധി വരെയുള്ള പ്രശ്നങ്ങൾ മാറി. ഇത് ഞാൻ ജസ്റ്റ് ചാറ്റ് ബോക്സിൽ എന്റെ ഇതൊന്ന് ഷെയർ ചെയ്യാം. ലിങ്ക് അല്ല, ജസ്റ്റ് ഇതിങ്ങനെ ഒന്ന് സെർച്ച് ചെയ്താൽ, ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഈ സാധനം കിട്ടും. പ്രൊഫൈല് കാണുന്നുണ്ട്. ജസ്റ്റ് ഇത് അങ്ങനെയല്ല, ഏതാറെന്ന് അടിച്ചാലും കിട്ടും, ഓം സത്വം എന്ന് അടിച്ചാലും കിട്ടും. ഇത് നമ്മുടെ ബ്രാൻഡാണ്. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതിനകത്ത് എന്റെ ഫോൺ നമ്പർ, ലാസ്റ്റിൽ ഫോൺ നമ്പർ ആഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇമേജ് എഡിറ്റ് ചെയ്ത് ഇതിന്റെ നമ്പർ അതിനകത്ത് പോസ്റ്റ് ചെയ്തിട്ട് താഴെ പ്രോഡക്റ്റിന്റെ അതിന്റെ കൂട്ടത്തിൽ വെച്ചു. പക്ഷെ ഇത് പെർഫെക്റ്റ് അല്ല, ഇതിൽ എന്തൊക്കെയോ പിഴവുകളുണ്ട്. ചിലപ്പോൾ എവിടെയെങ്കിലും ഞാൻ ചെയ്ത എന്തെങ്കിലും പ്രൊസീജിയർ ഈ പറഞ്ഞ പോലെ ശരിയാകാത്തത് കൊണ്ടായിരിക്കാം എനിക്ക് എന്റെ നമ്പർ ആഡ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ആ പേജ് ഒന്ന് ഷെയർ ചെയ്യാം. ഐ വിൽ ട്രൈ ടു ഐഡന്റിഫൈ വാട്ട് ആക്ച്വലി ഈസ് റോങ് വിത്ത് ഇറ്റ്. ഓക്കെ, ഇപ്പം എനിക്ക് കിട്ടിയ റിസൾട്ട് ഇതാണ്. ഇത് തന്നെ, ഇതാണ് ഇത് നമ്മുടെ സാധനം. ഇതാണ് ഇതിനകത്ത് ഒരു സാധാരണ കസ്റ്റമർ വരുമ്പോഴത്തേക്കും ആ വ്യക്തിക്ക് ഈ ഒരു കീവേഡ് അവരൊരിക്കലും യൂസ് ചെയ്യില്ല. ഏതാണ് ഈ കീവേഡ് അറിയാവുന്ന ആളിന് ആ വ്യക്തിക്ക് ആ വെബ്സൈറ്റ് അറിയാമായിരിക്കും ഉറപ്പായിട്ടും. കീവേഡ് വെച്ചാല് നമ്മളിപ്പം ഇത് ഓം സത്വ എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്ന ആ ടേം, ആ വേർഡ്സിന്റെ 3 വേർഡ്സിന്റെ ക്ലബ് ആയിട്ടുള്ള സംഭവമാണ് കീവേഡ് എന്ന് പറയുന്നത്. ഒരു കസ്റ്റമർ എന്ത് യൂസ് ചെയ്തിട്ടാണോ ഒരു ഇൻഫർമേഷൻ സെർച്ച് ചെയ്യുന്നത് അതാണ് കീവേഡ് എന്ന് പറയുന്നത്. അപ്പം ഈ ഇൻഫർമേഷൻ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും ടോപ്പിൽ കാണിക്കുന്നത് ഗൂഗിളിന്റെ എഐയുടെ പ്രോസസ് ചെയ്തിരിക്കുന്ന റിസൾട്ട് ആയിരിക്കും. ദെൻ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഇൻഫർമേഷൻ ഒന്നും നമ്മൾ വരുന്നില്ല. പക്ഷേ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ്. ഇത് ചുമ്മാ ഓം സത്വ എന്ന് അടിച്ചാലും വരും, പക്ഷെ കേസ് സെൻസിറ്റീവ് ആയിട്ടാ വരുന്നത്. ഇപ്പൊ സ്മോൾ ലെറ്ററിൽ കൊടുത്താൽ മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ ഇവിടെയാണ് യൂസർ എക്സ്പീരിയൻസിന്റെ പ്രശ്നം എന്ന് പറയുന്നത്. ഒരു കസ്റ്റമർ ഒരിക്കലും ചിന്തിക്കില്ല ഞാൻ കേസ് സെൻസിറ്റീവ് ആയിട്ട് സ്മോൾ ലെറ്റർ മാത്രം ടൈപ്പ് ചെയ്യാൻ ചിന്തിക്കില്ല. അതുപോലെ 2 പ്രോബിലിറ്റി ഉണ്ട്. ആ 2 പ്രോബിലിറ്റിയും ഐഡന്റിഫൈ ചെയ്തിട്ട് വേണം നമ്മളത് മുമ്പോട്ട് അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഇൻഫർമേഷൻ നമ്മുടെ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസിനനുസരിച്ചായിരിക്കും അത് കിട്ടുന്നത്. മനസ്സിലാവുന്നില്ലേ? ഇതിലും അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇതില് ഞാൻ അങ്ങനെ, അത് നമുക്കിപ്പം പല രീതിയിൽ കൊടുക്കും. കീവേഡ്സ് എന്ന് പറഞ്ഞാൽ അകത്ത് ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെയോ, അതിൽ ഞാൻ എനിക്ക് പറ്റുന്നത് ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കുറെ 10-15 അങ്ങോട്ട് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും വെച്ച് ഇപ്പോ ചെയ്താലും ഇത് റിഫ്ലക്ട് ആവുന്നില്ല. ഈ പേരടിച്ചാൽ മാത്രമേ വരത്തുള്ളൂ. അപ്പൊ അതാണ് ബിസിനസിന്റെ ഫെയിലിയർ എന്ന് പറയുന്നത്. ഒരു ബിസിനസിനെ ഒരിക്കലും ബിസിനസിന്റെ ടൈറ്റിൽ വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. സർവീസസ്, പ്രോഡക്ട്സ്, ഇത് രണ്ടും എന്താണ്? ഞാനത് ഇത് ശരിക്കും നോ ഷുഗർ ഫ്രീ ആയിട്ടുള്ള ഒരു ഹെൽത്തി എല്ലാ കാര്യത്തിനും, അതായത് ജങ്ക് ഫ്രീ സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. അണ്ടർസ്റ്റുഡ്. പക്ഷെ ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്നറിയോ? ഇതൊരു ബിസിനസ് ലിസ്റ്റിംഗ്സ് മാത്രമാണ്. ബിസിനസ് ലിസ്റ്റിംഗ്സ് മാത്രം വെച്ച് നമുക്ക് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ പെർഫെക്റ്റ് ആക്കാൻ പറ്റില്ല. ഒരു വെബ്സൈറ്റ് വേണം. വെബ്സൈറ്റിനകത്തുള്ള പ്രത്യേകത സൈറ്റ് ഞാനിപ്പോ ചെയ്തോണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പൊ ലാൻഡിംഗ് പേജ് അതൊക്കെ ചെയ്തിരിക്കുന്നത്. കാരണം ഇവരുടെ ഫ്രീ ആയിട്ട് കിട്ടിയ ഒരു സാധനം വെച്ചിട്ട് എനിക്കത് ആക്സസ് ഇല്ല. ജസ്റ്റ് ഒരു ഷോപ്പ് ഉണ്ടെന്നല്ലാതെ അവരൊരു വെബ്സൈറ്റ് പോലെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ലിങ്ക് ഉണ്ട്. അതായത് ഇൻഫർമേഷൻ ഒരു ഷോർട്ട് സ്പേസിൽ മാത്രം കൊടുത്തതുകൊണ്ട് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ വർക്ക് ചെയ്യില്ല. കസ്റ്റമേഴ്സിന് ആ ഇൻഫർമേഷൻ അവർക്ക് ഗൂഗിളിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. വെബ്സൈറ്റിനകത്തുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആർക്കിടെക്ചർ മെയിൻറ്റെയിൻ ചെയ്യുക, മൾട്ടിപ്പിൾ പേജസ് ആഡ് ചെയ്തത് മാത്രമല്ല പ്രോപ്പർ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആ ഒരു ക്വാളിറ്റിയോടുകൂടി മെയിൻറ്റെയിൻ ചെയ്യണം. അവിടെ വെബ്സൈറ്റിന്റെ ഇൻഫർമേഷൻ കൊടുക്കുമ്പോൾ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ഈസ് ദ കീ പാർട്ട്. സോഷ്യൽ മീഡിയ ഉണ്ടോ അതിനകത്ത്? ഉണ്ട്, എല്ലാത്തിലും ഉണ്ട്. പക്ഷെ അപ്പൊ അവിടെ കൊടുക്കുന്ന ഇൻഫർമേഷന്റെ ലിമിറ്റേഷൻ ആണ് ഇത് കിട്ടാത്തത്. അല്ല, ഞാനിപ്പം യൂട്യൂബിലൊക്കെ ആകെ ഒരു പോസ്റ്റ് അങ്ങോട്ട് ഇട്ടിട്ടുള്ളൂ. ഇൻസ്റ്റയിലാണെങ്കിലും അത് ഒരു റീലൊന്നും ഇട്ടിട്ടില്ല, ഫോട്ടോ മാത്രമാണ്. വീഡിയോസ് ആകെ യൂട്യൂബിൽ ഒരു ചെറിയൊരു വീഡിയോ മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഫോട്ടോയും റീലും അല്ല പ്രശ്നം, അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷനാണ് പ്രശ്നം. എന്തിനെ പറ്റി നമ്മളൊരു ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഫോട്ടോ മാത്രമല്ല കാര്യം, ഫോട്ടോയ്ക്ക് എന്താണ് അതിന്റെ ഡിസ്ക്രിപ്ഷൻ,
അത് കൊടുക്കുമ്പോൾ എന്ത് ഡീറ്റെയിൽസ് ആണ് നമ്മൾ അവിടെ ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു യൂട്യൂബ് വീഡിയോ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യൂട്യൂബ് വീഡിയോക്കകത്ത് താഴെ ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. അവിടെ കൊടുത്തിരിക്കുന്ന കണ്ടന്റ് എന്താണ്. ഇനി ഒരു ഇൻസ്റ്റാഗ്രാം ഇതുകൂടെ കേട്ടോ. അതായത് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഒരു ഫോട്ടോ ഷെയർ ചെയ്യുമ്പോഴത്തേക്കും അവിടുത്തെ ആ പോസ്റ്റിനകത്തുള്ള ഡിസ്ക്രിപ്റ്റീവ് കണ്ടന്റ് എന്താണോ അതും ആ ഇമേജ് ഗൂഗിൾ ഡീകോഡ് ചെയ്യുന്ന തമ്മിലുള്ള സിമിലാരിറ്റി ആയിരിക്കും അത് മുകളിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലുണ്ടാകുന്നത്. ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞ കുറേയേറെ ഡിഫിക്കൽട്ടീസ് മാറ്റി കിട്ടും. പിന്നെ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുമ്പോഴത്തേക്ക് അത് ഡെവലപ്പേഴ്സിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്ലാരിഫൈ ചെയ്തെടുക്കാൻ പറ്റും. അല്ല, എനിക്ക് ഡെവലപ്പേഴ്സ് ഇല്ല, ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട് ബിസിനസ് ഗൂഗിളിൽ മുകളിലേക്ക് വരുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ്. നമ്മളെല്ലാം ചെയ്ത് വെച്ചാൽ നമുക്ക് വെബ്സൈറ്റ് ഉണ്ടെന്ന് വെച്ചാൽ വെബ്സൈറ്റ് ഉണ്ട്, പക്ഷെ നേരെയല്ല ചെയ്തേക്കുന്നത്. അല്ല, വെബ്സൈറ്റ് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇതിപ്പം ഇതിലുള്ളത് മൈദൂക്കാനിനകത്തുള്ളതാണ്. അതായത് എന്റെ ഡൊമൈൻ പോലും എന്റെ ബിസിനസിന്റെ പേരിലല്ല. അവിടേക്കാണ് പ്രശ്നങ്ങൾ. അപ്പൊ ഞാൻ വേറൊരെണ്ണൊക്കെ ചെയ്തോണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പം എനിക്കത് യൂസ് ഇല്ലാത്ത ആളായതുകൊണ്ട് എന്തായാലും സമയം എടുക്കും. 2-3 ആഴ്ചയായി, ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല. ഓക്കെ, എന്തെങ്കിലും സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ കണക്ട് ചെയ്ത് ഞാൻ ഷെയർ ഞാൻ കോൺടാക്ട് ചെയ്യാം. ഓക്കെ. സോ ആഡ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഗൂഗിളിൻ്റെ തന്നെ ഒരു ഡബിൾ ക്ലിക്ക് എന്ന് പറയുന്ന സിമിലർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ പകരം ഔട്ട്സൈഡിൽ നിൽക്കുന്ന ഒരു അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഒരു സ്പേസ് ആണ്. ഹ്യൂജ് കളക്ഷൻ ഓഫ് സ്പേസ് നോട്ട് ഓൺഡ് ബൈ ഗൂഗിൾ.